വയനാട് മുള്ളൻകൊല്ലിയിൽ മകൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനമറിഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകനായ അച്ഛന്റെ ജോലി പ്രവർത്തകർ നിഷേധിച്ചു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് CR വിഷ്ണുവിന്റെ അച്ഛൻ രാജനെയാണ് ജോലി സ്ഥലത്ത് നിന്നും INTUC നേതാക്കൾ ജോലിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്. SFI വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് CR വിഷ്ണുവിന്റെ പിതാവ് രാജനാണ് INTUC നേതാക്കൾ ജോലി നിഷേധിച്ചത്. രാജൻ വർഷങ്ങളായി കോൺഗ്രസ് പ്രവർത്തകനും INTUC പ്രവർത്തകനുമാണ്. എന്നാൽ മകൻ വിഷ്ണു മുള്ളൻകൊല്ലി പഞ്ചായത്ത് വാർഡ് 18-ൽ LDF സ്ഥാനാർത്ഥിയാകുമെന്ന നിലവന്നതോടെ INTUC മണ്ഡലം പ്രസിഡന്റ് പാമ്പനാൽ മണി വിളിച്ച് മകൻ മത്സരിച്ചാൽ പ്രശ്നമാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം CPIM വിഷ്ണുവിനെ 18-ാം വാർഡ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വിഷ്ണുവും CPIM പ്രവർത്തകരും വീടുകൾ കയറിയിറങ്ങിയത് അറിഞ്ഞതോടെയാണ് വിഷ്ണുവിന്റെ അച്ഛൻ രാജന് INTUC തൊഴിൽ നിഷേധിച്ചത്. ഞാൻ പണിക്ക് വന്നതിന് ശേഷമാണ് ഈ പാമ്പനമണി വിളിച്ചിട്ട് പറയുന്നത് രാജൻ പണിക്ക് പോകണ്ട. എന്താ കാരണം ചോദിച്ചപ്പോൾ കാരണം പറയുന്നില്ല എന്ന് അവര് CPM അവനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 18-ാം വാർഡ്. എൻ്റെ മോൻ SFIയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതായിരിക്കണം കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇപ്പോൾ നമുക്ക് അവന് 24 വയസ്സുള്ള ചെക്കനാണ്, അവൻ്റെതായ സ്വാതന്ത്ര്യമില്ലേ, അതുവരെ നിഷേധിക്കാൻ പറയുന്നത്. അവനോട് പിന്മാറണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തതോടെ LDF സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവിടും മുന്നേ പോഷക സംഘടനകളും ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾക്കു നേരെ ഭീഷണികളുമായി രംഗത്തെത്തുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.